ഫോൺ കൊടുക്കുവാണേ. അമ്മവ മാപ്പറിയിക്കാത്ത തെറ്റാ ഞങ്ങൾ ചെയ്തെന്നറിയാം. ഞങ്ങള് അതിനെങ്ങനെ വേണമെങ്കിലും ശിക്ഷിച്ചു. പക്ഷേ ഞങ്ങളെ പഞ്ചരത്നത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ആ വീട് ഭാഗം വെക്കുന്ന തീരുമാനം അമ്മാവൻ എടുക്കരുത്. ഞങ്ങൾക്കതിന്റെ ഭാഗമൊന്നും വേണ്ട. ഞങ്ങളിനി അമ്മാവൻ അങ്ങോട്ട് കയറ്റുകയും വേണ്ട. പക്ഷേ ഞങ്ങളുടെ മകൾ ലച്ചുമോൾക്ക് എന്നും അവിടെ കയറി വരാനുള്ള അവകാശം ഉണ്ടാവണം. ഞങ്ങൾ കാരണം ഞങ്ങളുടെ മോൾക്ക് പഞ്ചരത്നം നഷ്ടപ്പെടാൻ പാടില്ല അമ്മ. അച്ഛൻ ഞങ്ങളെ വെറുത്തോളൂ, പക്ഷെ ലച്ചുമോളെ അച്ഛന് വെറുക്കാൻ പറ്റുമോ? അവളെ അച്ഛനല്ലേ ഞങ്ങൾക്ക് തിരിച്ചു തന്നത്. മോളെ ലച്ചു, മോക്ക് മുത്തശ്ശനോട് സംസാരിക്കണ്ടേ? ദാ സംസാരിച്ചു. ലച്ചുമോളെ, ലച്ചു സംസാരിക്കും. മുത്തച്ഛന് സുഖമല്ലെന്ന് ചോദിച്ചേ. മുത്തച്ഛന് സുഖമല്ലെന്ന് ചോദിച്ചേ. മുത്തശ്ശന് സുഖാണോ? ലച്ചു, മുത്തച്ഛന് സുഖാണ് മോളെ. മോൾക്കോ? എനിക്ക് സുഖ. അച്ഛനും അമ്മക്കും സങ്കടം. മുത്തശ്ശൻ എപ്പോഴാ മോളെ കാണാൻ വരുന്നെന്ന് ചോദിക്കും. മുത്തശ്ശൻ എപ്പോഴാ ഇങ്ങോട്ട് വരാ? വരാം മോളെ. മുത്തച്ഛൻ ഒരു ദിവസം മോളെ കാണാൻ വരും കേട്ടോ. മുത്തച്ഛന്റെ മോള് മിടുക്കിയായിരിക്കണം. നഴ്സറിയൊക്കെ പോയി പഠിക്കണം. ശരി മോളെ. മുത്തച്ഛന്റെ പൊന്നു മോളെ മുത്തച്ഛൻ വന്ന് കണ്ടോളാം കേട്ടോ. ഇപ്പോ മുത്തച്ഛൻ ഫോൺ വെക്കാം കേട്ടോ. ലതികേ, നീ എന്താ ലതികേ ഇവിടെ വന്നിരിക്കുന്നത്? സാധാരണ ഈ സമയത്ത് ടി വിക്ക് മുമ്പിൽ ഇരിക്കുന്നതാണല്ലോ. ഒന്നിനും തോന്നില്ല ഏട്ടാ. വിനയ് ഷോപ്പ് അടച്ചു വന്നാലൊരു സമാധാനമുള്ളൂ. അരെന്ത് പറ്റി? അവൻ സാധാരണ വരുന്ന സമയമാവുന്നതല്ലേ ഉള്ളൂ. ഇതുവരെയുള്ള അവസ്ഥയിലാണോ അവനിപ്പോ? പുറമെ കാണിക്കുന്നില്ലെങ്കിലും ചീര് പോയതില് അവന് നല്ല വിഷമമുണ്ട്. ആത്മാർത്ഥമായ വിഷമാണെങ്കിൽ അത് നല്ലതാ. മറിച്ച് അവള് പോയതുള്ള വെറുപ്പും പകയുവാണെങ്കിൽ അത് സൂക്ഷിക്കണം. അവന്റെ കാര്യമല്ലേ, എന്താ മനസ്സിലെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഒരു ദേഷ്യത്തിന് മാഷിന്റെ അടുത്തെങ്ങാനും പോയി വഴക്കുണ്ടാക്കുമെന്നുള്ള പേടിയുണ്ട് എനിക്ക്. ഏയ്, അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. മാഷ് ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളും സംസാരിച്ചതല്ലേ. ഇനി അതിന്റെ പേരിൽ വഴക്കുണ്ടാക്കാനൊന്നും അവൻ പോവില്ല. അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലെന്ന് അവനറിയാം. ചീരുപോയതിന്റെ ദേഷ്യം അവനവന്റെ പെമ്മക്കളോട് കാണിക്കാൻ തുടങ്ങിയാലാണ് നമ്മൾ പേടിക്കേണ്ടത്. അവൻ ആ കൊച്ചുങ്ങളുടെ കാര്യം തീരെ ശ്രദ്ധിച്ചില്ലെന്ന് വരാം. അല്ലാതെ വേറെ രീതിയിലൊരു ദ്രോഹമൊന്നും അവൻ ചെയ്യില്ല. ആ, ചെയ്യാതിരുന്ന നല്ലത്. ചീരു തിരിച്ചു വരുന്നതുവരെ ആ പെമ്മക്കളുടെ ഉത്തരവാദിത്വം നമുക്കാ. അതെപ്പോഴും അവനെ ഓർമ്മിപ്പിക്കണം. അവൻ വന്നല്ലോ.